ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റി നല്ല പോലെ മുടി വളരാനായിട്ടുള്ള ഒരു ഹെയർ സ്പ്രേന്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചേച്ചി 2 ആഴ്ച മുമ്പല്ലേ ഒരു ഹെയർ സ്പ്രേന്റെ വീഡിയോ ഇട്ടതെന്ന്. ആ ഒരു ഹെയർ സ്പ്രേന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ വേണമെങ്കിൽ അത് കാണാം. അതാണ് കുറച്ചും കൂടി എളുപ്പം, ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവും, പക്ഷെ രണ്ടും ഒരേപോലെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതിൽ കുറച്ചും കൂടിയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടിയും എഫക്റ്റീവ് ഇതായിരിക്കും, കാരണം നമ്മൾ ഇതിൽ കൂടുതലായിട്ടും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഒരു പകുതി ഗ്ലാസ് വെള്ളം ചൂടാവാനായിട്ട് വെക്കുക. അതിലേക്ക് ഇനി ഞാൻ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഫ്ലാക്സ് സീഡാണ്. ഇപ്പോൾ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ വ്യൂവേഴ്സ് നല്ല റെസ്പോൺസാണ് പറഞ്ഞത്. ഹെയർ നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട്, പുതിയ മുടി വളർന്നിട്ടുണ്ടെന്നൊക്കെ നല്ലൊരു റിസൾട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളുടെ ഹെയർ സ്പ്രേയിൽ ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് മുടി വളരും. അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും സംശയമായിരുന്നു ഇത് മുതിരയാണോ എന്ന്. മുതിരയല്ല, ഫ്ലാക്സീഡിൻ്റെ മലയാളത്തിൽ പറയുക ചണവിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരും. നിങ്ങൾ അന്വേഷിച്ച് നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കാം. ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഫ്ലാക്സീഡ് 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യേണ്ടത്. നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു തുണിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി, എളുപ്പത്തിൽ കിട്ടും. നമ്മൾ അരിപ്പയിൽ വെച്ച് അരിക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഫ്ലാക്സ് സീഡ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നൂല് പോലെ വരുന്നുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ നേരത്തെ സവാളയുടെ നീര് അരിച്ചെടുത്തില്ലേ, അതേപോലെ തന്നെ തുണിയിൽ ഈ ജെല്ല് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഫിൽറ്റർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡിൻ്റെ സീഡ് നമുക്ക് ഇതിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ആ സവാളയുടെ നീരിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേര ജെല്ലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ആഡ് ചെയ്യാം. ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ഹെയർ സ്പ്രേയിൽ നമ്മൾ തന്നെ അലോവേര പൊട്ടിച്ച് അതിൽ നിന്ന് ജെല്ല് സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തത്. ഇപ്പം എനിക്ക് അലോവേര കിട്ടാനില്ല, കറ്റാർവാഴ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ആയുഷിൻ്റെ അലോവേര ജെല്ല് ചേർത്തത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഉള്ളൊരു എളുപ്പത്തിന് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കണ്ട, ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എടുത്തിട്ട് ഒരു കോട്ടൻ്റെ പീസ് വെച്ചിട്ട് നിങ്ങൾ തലയോട്ടിയിലും അതുപോലെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
ഈ സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം തലയോട്ടിയിൽ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹെയറിൽ സ്പ്രേ ചെയ്താൽ മതി. മുടി വളരാനായിട്ട് നമ്മൾ ശരിക്കും സ്കാൽപ്പിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലായിടത്തും ഒരു ഭാഗം പോലും മിസ്സാവരുത്. നമ്മളുടെ തലയിലെ എല്ലാ ഭാഗത്തും എത്താവുന്ന വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ വിരലിൻ്റെ അറ്റുപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ രാത്രി ഫുള്ള് വേണമെങ്കിൽ നമ്മൾ തലയിൽ വെക്കാം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് തലയിൽ ഇത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുടി കെട്ടി വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ കുളിച്ചാൽ മതി. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ സ്പ്രേ ആണിത്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു യൂസ്ഫുൾ ടിപ്പായിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.